ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നിമിഷങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അനുസരണ എന്നുള്ള വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലും അല്ലെങ്കിൽ യൗവനക്കാരുടെ മധ്യയിൽ, ഇന്ന് കുഞ്ഞുങ്ങളുടെ മധ്യയിൽ, സമൂഹത്തിൽ നോക്കിയാലും അനുസരണ എന്നുള്ളത് വളരെയധികം കുറവായി കാണപ്പെടുന്ന ഒരു കാര്യമാണ്. മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ അനുസരിക്കുവാനായിട്ട് വളരെയധികം അവർ ബന്ധപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ അവർക്ക് അനുസരിക്കുവാനായിട്ട് അവർക്ക് സന്മനസ്സില്ല, അല്ലെങ്കിൽ അവർ തയ്യാറല്ല. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പഠിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കുവാനായിട്ട് താല്പര്യമേ ഇല്ലാതിരിക്കുന്നതായ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന കാര്യം ചെയ്യരുത് എന്നൊരു യൗവനക്കാരനോട് പറയുമ്പോൾ അവൻ അതുതന്നെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന കാര്യങ്ങൾ രീതിയിൽ നമ്മൾ ജീവിക്കണമെന്ന് ഭാര്യ ഭർത്താവിനോട് പറയുമ്പോൾ ആ ഭാര്യ പറയുന്ന ആഹ്വാനം അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് ഭർത്താവ് തയ്യാറാകുന്നില്ല. നീ പോടി, നീ പറയുന്നത് ഞാൻ എന്നാ കേൾക്കാനാ എന്താണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില ഭാര്യമാർ ഭർത്താക്കന്മാരോട് നിങ്ങളൊന്ന് പോകുന്നേ, നിങ്ങൾ പറയുന്നത് ഞാൻ എന്നാ കേൾക്കാനാണ് എന്ന് പലരും ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അനുസരിക്കുക എന്നുള്ളതായ ഒരു നല്ല ഗുണവിശേഷം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ നോക്കുമ്പോൾ പിശാചിനും ഇതേ സ്വഭാവം തന്നെയായിരുന്നു. അവൻ അനുസരണക്കേട് കാണിച്ചു, അവനിൽ നീതികേട് കാണുന്നത് വരെ അവൻ നിഷ്കളങ്കനായിരുന്നു എന്ന് തിരുവചനം പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദമും ഹവ്വയും അവർ അനുസരണക്കേട് അതിൻ്റെ ഫലത്താലാണ് ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ ഇത്രയും വേദനയും പ്രയാസവും എല്ലാവിധമായ കഷ്ടവും നമ്മൾ അഭിമുഖീകരിച്ചു വരുന്നത്. പ്രിയമുള്ളവരെ, അനുസരണക്കേട് എന്ന് നമ്മൾ നോക്കുമ്പോൾ പല യൗവനക്കാരും ഇന്ന് അനുസരണക്കേട് നിമിത്തം അവർ അധപ്പതിച്ച് ഇന്ന് അവരുടെ ജീവിതങ്ങളിൽ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ അനുസരണക്കേട് എന്നുള്ളതായ കാര്യം ഇന്ന് പല തലങ്ങളിലും നാം കാണുന്നു. ഇന്ന് മേലധികാരികളെ അനുസരിക്കുവാനായിട്ട് കീഴുദ്യോഗസ്ഥന്മാർ അവർ തയ്യാറാകുന്നില്ല. അധികാരികളെ അനുസരിക്കുക എന്നുള്ളത് ഇതിനേക്കാളും അധികാരികളോട് പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെയായി വിദ്വേഷം പ്രകടിപ്പിക്കുക, ആ അനുസരണക്കേടിലൂടെ അവനേക്കാളും ഞാൻ വലിയവനെന്ന് കാണിച്ചു കൊടുക്കുന്ന മട്ടും ഭാവവുമാണ് കീഴുദ്യോഗസ്ഥന്മാരായി ജീവിക്കുന്ന പലർക്കുമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇങ്ങനെയുള്ളതായ ഈ കാര്യത്തിൽ ഇതിനെക്കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 1 തെസ്സലോനിക്കർ 5 വാക്യം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവീൻ എന്നാണ് ഇവിടെ പറയുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം നമ്മൾ പ്രബോധിപ്പിച്ചും ആത്മീയ വർധന വരുത്തുന്നവരുമായി ജീവിക്കണം എന്നാണ് തിരുവചനം ഇവിടെ പറയുന്നത്. അപ്പോൾ ആത്മീയ വർധന ഉള്ളവരായി നമ്മൾ വളരണം, അനുസരണ ഉള്ളവരായിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം, വിനയമുള്ളവരായിരിക്കണം. നാം നല്ല ഗുണവിശേഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തുന്നവരായിരിക്കണമെന്ന് തിരുവചനം ഇവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതിനല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ വർധന ഉളവാകുന്ന രീതിയിലുള്ള ഒരു ജീവിത അനുഭവത്തോടു കൂടി വേണം നമ്മൾ ജീവിക്കേണ്ടത്. ഇവിടെ വെബ്സ്റ്റർ എന്ന് പറഞ്ഞാൽ 70 വയസ്സ് പ്രായമുള്ള പ്രായം ചെന്ന ഒരു വ്യക്തിയോടുകൂടി പാസ്റ്റർ റിക്ക് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം എന്നും ടെന്നീസ് കളിക്കുവാനായിട്ട് കടന്നു പോകുമായിരുന്നു. സായാഹ്ന സമയങ്ങളിൽ ഈ വെബ്സ്റ്ററുമായി ആഴ്ചയിലൊരിക്കൽ അദ്ദേഹം ഒരു അപ്പോയിൻമെൻറ്റ് വെച്ചിരിക്കുന്നു. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നിങ്ങളോടുകൂടി വന്ന് ടെന്നീസ് കളിക്കുവാൻ വരും. അപ്പോൾ വെബ്സ്റ്ററിൻ്റെ വയസ്സ് 70, ഇവിടെ റിക്ക് എന്ന് പറഞ്ഞ ആ പാസ്റ്ററിന് വയസ്സ് 47. എന്നാൽ അദ്ദേഹം ഈ പാസ്റ്റർ റിക്ക് ഒരിക്കലും ഈ വെബ്സ്റ്ററിനെ തോൽപ്പിക്കുവാനായിട്ട് അദ്ദേഹം തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഒരിക്കലും ആ ടെന്നീസ് അദ്ദേഹം കളിച്ചില്ല.
എന്തെന്നാൽ ഈ വെബ്സ്റ്ററിനോട് അദ്ദേഹം തോറ്റുകൊടുക്കുകയും വെബ്സ്റ്ററാണ് നല്ല രീതിയിൽ കളിക്കുന്ന വ്യക്തിയെന്നും അദ്ദേഹവുമായുള്ള ആ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാതിരിക്കുവാനായിട്ട് ഈ പാസ്റ്റർ റിക്ക് എന്ന വ്യക്തി അദ്ദേഹം പരിശ്രമിച്ചു. അദ്ദേഹവുമായിട്ടുള്ളതായ ആ ഒരു ബന്ധം നിലനിർത്തുവാനായിട്ട് പല സമയങ്ങളിലും അദ്ദേഹം ആ വെബ്സ്റ്ററിൻ്റെ കളിയെ പ്രശംസിക്കുകയും അദ്ദേഹം നല്ല രീതിയിൽ നല്ലൊരു ടെന്നീസ് പ്ലെയറാണ് അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ തനിക്ക് അത്രത്തോളം എനിക്ക് കളിക്കുവാനായിട്ട് പറ്റില്ല, എനിക്ക് ആ താലന്ത് ഇല്ല എന്ന് തന്നെത്താനെ അദ്ദേഹത്തെ താഴ്ത്തിക്കൊണ്ട് ആ വെബ്സ്റ്റർ നായ മാന്യ വ്യക്തിയെ അദ്ദേഹം അഭിനന്ദിക്കുന്നതായ ഒരു അനുഭവമാണ്. ഈ വെബ്സ്റ്റർ എന്ന് പറഞ്ഞാൽ 70 വയസ്സ് പ്രായമുള്ള അദ്ദേഹം ഒരു ഡെൻ്റൽ ഡോക്ടർ കൂടി ആയിരുന്നു. അങ്ങനെ ആ വ്യക്തിയെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ആ ഒരു സ്നേഹബന്ധം തുടരുവാനായിട്ട് അദ്ദേഹം ആരംഭിച്ചു. അദ്ദേഹത്തെക്കുറിച്ചുള്ള അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പാസ്റ്റർ റിക്കിന് ദൈവീയമായ സ്നേഹം എന്താണെന്ന് ആ വെബ്സ്റ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് അറിയിക്കുവാനായിട്ട് ആ അവസരം അദ്ദേഹം ഉപയോഗിക്കുകയും ആ സ്നേഹബന്ധം അത് തുടരുകയും ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളും ഓരോരുത്തരും നമ്മുടെ ആ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവരെ ദൈവീയമായ ആ സന്നിധിയിലേക്ക് ആനയിക്കുവാനായിട്ട് തമ്മിൽ പ്രബോധിപ്പിക്കുന്നവരായും ആത്മീയ വർധന വരുത്തുന്നവരായും ആത്മീയമായി മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നവരുമായിട്ട് നാം ജീവിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നാം മറ്റുള്ളവരെ വല്ല വിധത്തിൽ നേടുന്നവരായിരിക്കണം. അത് ഏത് രീതിയിലാണെങ്കിലും ശരി, ക്രിസ്തു യേശുവിലേക്ക് മറ്റുള്ളവരെ നേടുന്നവരായി നാം വളരെയധികം താഴ്മയുള്ളവരായി, വിനയമുള്ളവരായി, അനുസരണ ഉള്ളവരായി നാം ജീവിക്കുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായി തീരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രിയമുള്ളവരെ, നാം തുടർന്ന് റോമർ 12-ാം അധ്യായം 10-ാമത്തെ വാക്യം അവിടെ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. റോമർ 12:10 സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം എന്ത് ചെയ്യണം? മുന്നിട്ടുകൊള്ളുവീൻ എന്നാണ് പറയുന്നത്. നമ്മൾ സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം നമ്മൾ എന്താണ് മുന്നിട്ട് കൊള്ളണം എന്ന് വചനം ഇവിടെ വളരെ വ്യക്തമായിട്ടവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, സഹോദര പ്രീതിയുള്ളവരായിരിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവരെ മാനിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവരെ അവരുടെയായ ആ കാര്യങ്ങൾ അനുസരിക്കുന്നവരായിരിക്കണം. അങ്ങനെ അവരെ നാം എപ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ നമ്മൾ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ എന്നാണ്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഉത്സാഹത്തിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ എന്നാണ് പറയുന്നത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ, ഒരു രീതിയിലും നമുക്ക് ഒരു മടുപ്പുള്ളവരായി കാണപ്പെടാതെ ആത്മാവിൽ എരിവുള്ളവരായി നാം കർത്താവിൽ സേവിക്കുന്നവരായി, ദൈവത്തെ സേവിക്കുന്നവരായി, മറ്റുള്ളവർക്ക് ശരിയായ രീതിയിലുള്ള ശുശ്രൂഷ ചെയ്യുന്നവരായി, മറ്റുള്ളവർക്ക് നല്ല സേവനം ചെയ്യുന്നവരായി, നമ്മൾ ഒരിക്കലും ഉത്സാഹത്തിൽ മടിപ്പുള്ളവരായിട്ടല്ല, ആ ക്ഷീണമുള്ളവർ അവസ്ഥയിലേക്കായിട്ടല്ല, എന്നാൽ ദൈവത്തെ മാനിക്കുന്നവരായിട്ട്, ദൈവത്തെ നാം സേവിക്കുന്നവരുമായിട്ട് ജീവിക്കണമെന്ന് ഇവിടെ ഈ വചനത്തിലൂടെ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതിനാൽ ദൈവജനമായിട്ടുള്ള നാം ഉള്ളവർ, നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ മാനിക്കുന്നവരായിട്ട്, മറ്റുള്ളവരെ നാം ദൈവസന്നിധിയിലേക്ക് ആനയിക്കുന്നവരായിട്ട് ജീവിക്കുവാനായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ആഹ്വാനമാണ് ദൈവം നമുക്ക് നൽകുന്നത്. നമ്മൾ എബ്രായർ 13-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ സഹോദരപ്രീതി നിലനിൽക്കട്ടെ, സഹോദരപ്രീതി എന്നാണ്, അത് നിലനിൽക്കട്ടെ എന്നാണ് പറയുന്നത്. നാം പലരും പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ അനുസരണക്കേട് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലൊരു അവിശ്വസ്തത കാണിക്കുമ്പോൾ, അതിൽ ഒരു വ്യതിയാനം നമ്മൾ ഉളവാകുന്ന അവസ്ഥയിൽ പെരുമാറുമ്പോൾ എന്താണ് ആ സഹോദര പ്രീതി അത് നിലനിൽക്കാതെ പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതിൽ അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ ആ സഹോദര പ്രീതി ഇല്ലാതായി പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
നമ്മൾ മറ്റുള്ളവരെ അന്യോന്യം പ്രബോധിപ്പിക്കുന്നവരായി, നാം സ്ഥായി പൂണ്ട് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ നമ്മൾ എപ്പോഴും മുന്നിട്ട് കൊള്ളുവീൻ എന്നാണ് വചനം ഇവിടെ പറയുന്നത്. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത് എന്ന് വചനം ഇവിടെ പറയുന്നു. നാം മറ്റുള്ളവരെ നാം മാനിക്കുന്നതിലും മറ്റുള്ളവരെ ദൈവസന്നിധിയിൽ ആനയിക്കുവാനായിട്ട് മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും ഒരു വിട്ടുവീഴ്ച വരുത്താതെ സഹോദര പ്രീതി ഉള്ളവരായി നാം എപ്പോഴും ആ സേവനത്തിൽ മുന്നിട്ട് നിൽക്കുന്നവരായി നിൽക്കണം എന്ന വചനം ഇവിടെ നമ്മളെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഫിലിപ്പിയർ 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കുറേ കൂടെ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ പറയുന്നത് 3-ാമത്തെ വാക്യം, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ എന്നാണ് പറയുന്നത്. ഇവിടെ ആരും നിർബന്ധത്താലല്ല അനുസരിക്കേണ്ടത്, ശാഠ്യത്താൽ അല്ല അനുസരിക്കേണ്ടത്. എന്നാൽ നമ്മൾ വളരെ താഴ്മയോടെ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് നമ്മൾ എണ്ണിക്കൊള്ളണമെന്നാണ് വചനം ഇവിടെ പറയുന്നത് പ്രിയമുള്ളവരെ. ആയതിനാൽ നമ്മൾ ഓരോരുത്തരും 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഓരോരുത്തരും അവൻ തൻ്റെ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണമെന്നാണ് പറയുന്നത്. തൻ്റേതായ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെയും ഗുണം എന്താണ് എന്ന് നമ്മൾ നോക്കുന്നവരായി ജീവിക്കണം എന്നാണ് വചനം ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ അല്ല, എന്നാൽ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളണം. അപ്പോൾ താഴ്മയുള്ളവനായിരിക്കണം, വിനയമുള്ളവനായിരിക്കണം. നമ്മുടെ പ്രായത്തിനൊത്തവണ്ണം പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനൊത്തവണ്ണം അദ്ദേഹത്തിനൊരു താഴ്മയില്ലാത്ത മനുഷ്യനായിരിക്കുന്നല്ലോ. അദ്ദേഹം നോക്കുക, ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾ നോക്കുക എന്ന് പലപ്പോഴും പലരും പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചിലപ്പോൾ പ്രായം ചെന്ന് കഴിയുമ്പോൾ ദുഷാഠ്യമുള്ളവരായി പലരും ജീവിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. താഴ്മയുള്ളവരായി നാം കാണപ്പെടണം. അത് ഏത് പ്രായത്തിലായിരുന്നാലും ശരി, യൗവനക്കാരനായിരുന്നാലും ശരി, അത് മധ്യവയസ്കനായിരുന്നാലും പ്രായാധിക്യത്തിൽ വയോധികനായിരുന്നാലും ശരി, നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നത് ആരും നിർബന്ധിച്ചിട്ടല്ല, അവിടെ ശാഠ്യത്താലല്ല, അതല്ല. എന്നാൽ വളരെയധികം നാം താഴ്മയോടുകൂടി ഓരോരുത്തരും നാം ജീവിക്കണമെന്നുള്ള ഒരു ആഹ്വാനമാണ്. മറ്റുള്ളവരെ നാം ശ്രേഷ്ഠരെന്ന് നാം എണ്ണിക്കൊള്ളണം. എന്നെക്കാളും ഈ വ്യക്തി ശ്രേഷ്ഠനാണ്. എപ്പോഴും തിരുവത്താഴ ശുശ്രൂഷ നടത്തുമ്പോൾ ഞാൻ ആ പാദങ്ങളിൽ കഴുകുന്ന വിശ്വാസികളോട് പറയും, നിങ്ങൾ ഒരു വ്യക്തിയുടെ സഹവിശ്വാസിയുടെ ആ കാൽപാദങ്ങളെ തൊട്ട് നിങ്ങൾ കഴുകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമെന്നാൽ, ദൈവമേ, എന്നെക്കാളും ശ്രേഷ്ഠമായ ഈ ദൈവദാസൻ്റെ കാലുകൾ തൊട്ട് കഴുകുവാനുള്ള അവസരം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയതിനായി ദൈവത്തിന് സ്തോത്രമെന്ന് മറ്റുള്ളവനെ ഒരു ശ്രേഷ്ഠനായി എണ്ണുന്ന ഒരു അനുഭവത്തിലേക്ക് അവരെ നയിക്കാറുണ്ട് പ്രിയമുള്ളവരെ. ആയതിനാൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ മാനിക്കുന്നവരായി, നമ്മളെക്കാളും അവരെല്ലാ രീതിയിലും ശ്രേഷ്ഠരായവരാണ് എന്ന് മനസ്സിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് അവരോട് നമ്മൾ പെരുമാറുന്നത് ആ രീതിയിലായിരിക്കണം. എന്നാൽ ചിലപ്പോൾ ചിലരെ നമ്മൾ മുഖത്ത് നോക്കിയാൽ പോലും നമ്മുടെ മുഖത്ത് നോക്കുകയില്ല. അവരുടെ മുഖത്ത് നാം നോക്കിയാൽ പോലും അവർ നോക്കാതെ അവർ വളരെ അഹങ്കാരത്തോടുകൂടി അഹംഭാവത്തോടുകൂടി അവർ നമ്മുടെ മുന്നിൽ നിന്ന് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചിലപ്പോൾ അവരോട് 4 പേരുടെ മുന്നിൽ പോയി നമ്മൾ സംസാരിച്ചാൽ ചിലപ്പോൾ അവർക്ക് താല്പര്യമില്ലാതെ, അവർക്ക് വളരെയധികം വിഷമമായി അറിയാത്ത രീതിയിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് അവർ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ.
എന്നാൽ അവർക്ക് നമ്മൾ അവരുടെ മധ്യയിൽ അവരോട് സംസാരിച്ചത് അവർക്ക് അവരുടെ വ്യക്തിത്വത്തിന് അതിന് കോട്ടം സംഭവിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ പലരും അങ്ങനെ ആ രീതിയിൽ നമ്മളോട് ചിലപ്പോൾ അങ്ങനെ പെരുമാറുന്നത് പ്രിയമുള്ളവരെ. എന്നാൽ അങ്ങനെയല്ല. എന്നാൽ എന്താണ്? ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ക്രിസ്തു യേശുവിലുള്ള ഒരു ഭാവം, അവൻ എന്താണ്? ആ ക്രൂശ് മരണത്തോളം തന്നെ താൻ താഴ്ത്തി അനുസരണയുള്ളവനായി തീർന്നു. അങ്ങനെയുള്ളതായ ഒരു അനുസരണമാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ വിശ്വാസികളുടെ മധ്യയിൽ, അങ്ങനെ ക്രിസ്തീയ വിശ്വാസികളുടെ ക്രിസ്തീയ സമൂഹങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് പ്രിയമുള്ളവരെ. ക്രിസ്തു യേശുവിനുള്ള ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. 5-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്താണ്? അവൻ അവിടെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്കെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് വചനം പറയുന്നത്. അങ്ങനെയുള്ളതായ ഒരു അനുസരണമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആ അനുസരണത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് പ്രിയമുള്ളവരെ. ഇത്രയും നേരം ആ അനുസരണത്തെക്കുറിച്ച് അത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് നിങ്ങളോട് ഈ വചനങ്ങൾ ഞാൻ പങ്കുവച്ചത്. ക്രിസ്തു യേശുവിലുള്ള ആ ഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ക്രിസ്തു യേശുവിലുള്ള ആ സ്വഭാവം നമ്മളിൽ ഉളവാകണം പ്രിയമുള്ളവരെ. അവന് എന്താണ്? ആ ദൈവത്തോടുള്ള ആ സമത്വം അവൻ മുറുകെ പിടിക്കാതെ അവൻ ദാസരൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി കാൽവറി ക്രൂശിൽ തൻ്റെ സ്വന്തം രക്തം, വിലയേറപ്പെട്ടതായ രക്തം ചൊരിഞ്ഞ് നമ്മളെ ഓരോരുത്തരെയും നാം പാപികളായിരിക്കവേ നമ്മളെ അവൻ സ്നേഹിക്കുകയും അവൻ നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് അവൻ നമ്മുടെ ഈ ലോകത്തിലേക്ക് അവൻ കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ രീതിയിലുള്ള ഒരു അനുസരണയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് പ്രിയമുള്ളവരെ. അങ്ങനെയുള്ളതായ ആ ഭാവവും അങ്ങനെയുള്ള ആ രീതിയും അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് എന്ന് നാം കാണുന്നു. അപ്പോൾ നാം തിരിച്ച് നമ്മൾ നോക്കുമ്പോൾ 14-ാമത്തെ വാക്യം അവിടെ വായിക്കുമ്പോൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 14-ാമത്തെ വാക്യം, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എന്താണ് ഇവിടെ പറയുന്നത്? എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. പലപ്പോഴും പല കാര്യങ്ങളും പലരോട് നമ്മൾ പറയുമ്പോൾ വളരെ പിറുപിറുപ്പോടുകൂടി പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരോട് പ്രിയ സഹോദര, ആ മേശയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുമോ, അല്ലെങ്കിൽ ആ കസേരകളിലുള്ള പൊടിയൊന്ന് തട്ടി ആ പൊടിയെല്ലാം ഒന്ന് തട്ടിക്കളയുമോ, അല്ലെങ്കിൽ അത് തുടച്ച് നീക്കുമോ, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യുമോ എന്ന് നമ്മൾ പലപ്പോഴും പലരോട് നമ്മൾ പറയുകയാണെങ്കിൽ പിറുപിറുപ്പോടുകൂടി പലരും പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അദ്ദേഹം പറഞ്ഞു പോയത് കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചിലപ്പോൾ പിറുപിറുത്തുകൊണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ളതായ വക്രതയും കോട്ടവുമുള്ള തലമുറ നടുവിൽ എന്താണ്? നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കളങ്കമില്ലാത്തവരായി നമ്മൾ ആ ദൈവീയമായ അനുസരണ എന്താണെന്ന് നമ്മൾ വെളിപ്പെടുത്തിക്കൊണ്ട് താഴ്മയും ആ വിനയഭാവത്തോടുകൂടി നമ്മൾ എവിടെ വച്ചാണെങ്കിലും ശരി നമ്മളുടെ ആ നല്ല സ്വഭാവം മറ്റുള്ളവർ അറിയത്തക്ക രീതിയിൽ നീ ഒരു ദൈവദാസനാണ്, നീ ദൈവപൈതലാണ്, ഒരു ക്രിസ്തുയേശുവിനുള്ള അല്ലെങ്കിൽ ക്രിസ്തുയേശുവിനെ അനുഗമിക്കുന്ന ഒരു സത്യ ക്രിസ്ത്യാനിയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ട രീതിയിൽ ആയിരിക്കണം നീ നിൻ്റെ ജീവിതത്തിൽ നീ ഓരോ കാര്യങ്ങളും നീ ചെയ്യേണ്ടത് എന്ന് നീ മനസ്സിലാക്കണം പ്രിയമുള്ളവനെ.
നാം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ വചനം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ റോമർ 12-ാം അധ്യായം 16-ാമത്തെ വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കാം. റോമർ 12-ന്റെ 16-ഉം 17-ഉം വാക്യങ്ങളിൽ ഇവിടെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കുമ്പോൾ കാര്യങ്ങൾ നമ്മൾ വിശദമായി നമ്മൾ പരിശോധിക്കുമ്പോൾ 12-ന്റെ 16 പറയുന്നത് എന്താണ്? തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം എന്താണ് ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവീൻ എന്നാണ് ഇവിടെ പറയുന്നത്. തമ്മിൽ എന്താണ്? നമ്മൾ വലിപ്പം ഭാവിക്കാതെ ഞാൻ അവനേക്കാളും വലിയവനാണ്, ഞാൻ അവനേക്കാളും ശ്രേഷ്ഠനാണ്, ഞാൻ അവനേക്കാളും എല്ലാ രീതിയിലും സമ്പന്നനാണ് എന്നുള്ളതായ എല്ലാ രീതിയിലും ഞാൻ വലിയവനാണ് എന്ന് ചിന്തിക്കാതെ നമ്മൾ എന്താണ്? തമ്മിൽ വലിപ്പം ഭാവിക്കാതെ നമ്മൾ എന്തായിരിക്കണം? എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത് എന്നാണ് പറയുന്നത്. ഞാൻ വലിയവനാണ് ഞാൻ എന്ന് നിഗളിക്കാതെ നമ്മൾ എപ്പോഴും നാം ദൈവത്തിന് പ്രിയമുള്ളവരായി അവൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നവരായി അവൻ്റെ പ്രതീകമായി അവനിൽ ആ സ്വഭാവം നമ്മളിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പ്രിയമുള്ള ഒരു ജീവിതം നയിക്കേണ്ടതാണ്. ഒരു വലിപ്പം എന്നുള്ള വലിയവനാണെന്നുള്ള ഭാവം നമ്മളിൽ ഇല്ലാതെ നാം എപ്പോഴും നാം ദൈവത്തിന് അവൻ്റെ സന്നിധിയിൽ അതിന് താഴ്മയും വിനയത്തോടു കൂടി നമ്മൾ ജീവിക്കേണ്ടവരായി ആയിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ എന്താണ്? തമ്മിൽ ഐക്യമത്യമുള്ളവരായിരിക്കണമെന്ന് ഇവിടെ പറയുന്നു. ഐക്യമുള്ളവരായി എന്ന് നോക്കുമ്പോൾ ആരെങ്കിലും ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ആരെങ്കിലും വളരെയധികം ഒരു സൂക്ഷിച്ച അവസ്ഥയിൽ അല്ലെങ്കിൽ വളരെയധികം വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കാണാൻ അത്ര വലിയ ചന്തവുമില്ലാത്ത ആരെങ്കിലും അവിടെ കടന്നു വന്നാലോ അവരോടൊന്നും സംസാരിക്കുവാനോ അവരോടൊന്നും ഇടപെടുവാനോ ഒന്നും ധൈര്യമില്ലാതെ അല്ലെങ്കിൽ ഐക്യത ഇല്ലാത്തവരായി, വിശ്വാസികളിൽ ഐക്യമില്ലാത്തവരായി പലരും ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളെല്ലാവരും തമ്മിൽ ഐക്യമുള്ളവരായി ജീവിക്കണമെന്നാണ് അവിടെ ഒരു ആഹ്വാനം വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. ആയതിനാൽ ഒരു ഐക്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ നാം ദൈവത്തിന് പ്രിയമുള്ളവരായി നാം ജീവിക്കണം എന്ന് ഇവിടെ നമുക്ക് ശക്തമായ ഒരു ആഹ്വാനം ദൈവം വചനത്തിലൂടെ നമുക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതിനാൽ നമ്മൾ തുടർന്ന് നമ്മൾ 2 കൊരിന്ത്യർ 8-ാം അധ്യായം 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത് നോക്കാം. ഞങ്ങൾ കർത്താവിന് മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെയും മുമ്പാകെയും യോഗ്യമായത് മുൻകരുതുന്നു. അതായത് കർത്താവിൻ്റെ മുൻപിൽ മാത്രമല്ല മനുഷ്യരുടെയും മുൻപിൽ ഞാൻ എന്താണ്? യോഗ്യമായത് മുൻകരുതുന്നു. അപ്പോൾ നമ്മൾ മനുഷ്യരുടെ മുൻപിൽ മാത്രമല്ല കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെയും മുമ്പാകെയും യോഗ്യമായത് നമ്മളെപ്പോഴും ചെയ്യുവാനും നമ്മൾ ആ ദൈവീയ അനുസരണത്തിൽ ആ ശിക്ഷണത്തിൽ നമ്മൾ നടക്കുവാനും നമ്മൾ എപ്പോഴും തയ്യാറുള്ളവരായി ജീവിക്കുന്നത് എത്ര നല്ലതാണ്. യേശു ആ ക്രൂശ് മരണത്തോളം തന്നെ താൻ താഴ്ത്തി ഉള്ളവനായി തീർന്നതുപോലെ ക്രിസ്തു യേശുവിൻ്റെ ഭാവം നമ്മളിൽ ഉളവാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങനെയുള്ള ആ ക്രിസ്തീയ ഭാവം അടിയങ്ങളിൽ ഉളവാകണമേ കർത്താവേ. അങ്ങ് അവിടുന്ന് മരണത്തോളം അവിടെ തന്നെ താൻ അങ്ങയെ താഴ്ത്തിയതുപോലെ അനുസരണയുള്ളവരായി ദൈവമേ ക്രിസ്തു യേശുവിലുള്ള അനുസരണ അടിയങ്ങളുടെ ജീവിതത്തിലുള്ളവാൻ സഹായിക്കണമേ. കേൾവിക്കാരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തന്നെ നാം ധ്യാനിച്ചുകൊള്ളുന്ന പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. ക്രിസ്തീയ അനുസരണത്തെക്കുറിച്ചുള്ള ഈ വിഷയം ശ്രവിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.